ഹായ് കൂട്ടുകാരെ, കാട്ടിലെ മഴ എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചല്ലോ. അതിലെ പഠന പ്രവർത്തനങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്, കണ്ടെത്താം പറയാം. പുഴയ്ക്ക് ജീവൻ വച്ചു തുടങ്ങിയിരുന്നു. മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി. കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്ക് മേഘങ്ങൾ. മഴ കാട്ടിലുണ്ടാക്കിയ കാഴ്ചകളാണ് ഈ വാക്യങ്ങളിലൂടെ വ്യത്യസ്തമായി അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതുപോലെയുള്ള വാക്യങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തൂ. അവയുടെ ആശയം ക്ലാസ്സിൽ പറഞ്ഞവതരിപ്പിക്കൂ, എഴുതി വയ്ക്കുകയും വേണം. നമുക്ക് നോക്കാം. പുഴയ്ക്ക് ജീവൻ വച്ചു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ആശയം എന്താ? ഇത്രയും നാൾ പുഴയിൽ വെള്ളം ഇല്ലാതെ വറ്റി വരണ്ടു പോയല്ലേ. ആ വറ്റി വരണ്ട പുഴയിൽ വെള്ളം വീണപ്പോൾ ആ പുഴ ഒഴുകാൻ തുടങ്ങി. അതിനെയാണ് പുഴയ്ക്ക് ജീവൻ വച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. കടുത്ത വേനലിൽ പുഴ വറ്റി വരണ്ടു പോയിരുന്നു. എന്നാൽ മഴ പെയ്തപ്പോൾ വറ്റിയ പുഴയിൽ വെള്ളം നിറഞ്ഞ് വീണ്ടും അത് പഴയ പോലെ ഒഴുകിയതിനെ പുഴയ്ക്ക് ജീവൻ വെച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി. കാട്ടിൽ ആദ്യത്തെ മഴ പെയ്തപ്പോൾ എന്ത് പറ്റി? രാത്രിയിൽ നിലാവ് വന്നല്ലേ. ആ നിലാവ് വന്നപ്പോൾ കാട് കാണാൻ നല്ല ഭംഗിയായി. രാത്രി നിലാവിൻ്റെ വെളിച്ചത്ത് കാടിനെ കാണാൻ നല്ല ഭംഗിയെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 3, കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്ക് മേഘങ്ങൾ. മഴമേഘം കണ്ടിട്ടുണ്ടോ? അതിൻ്റെ നിറം ആനയുടെ നിറം പോലെയാണ്. കൂടാതെ അവ ഇങ്ങനെ ഒഴുകി നടക്കും. ആകാശത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും. കാട്ടിലെ ആനകളും അങ്ങനെയാണ്. ഒരു സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് തന്നെ അവർ ഇരിക്കത്തില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കും. കുറുമ്പ് കാട്ടുന്ന ആന കണക്കെന്ന് വർണ്ണിച്ചിരിക്കുന്നത് ആ മേഘങ്ങളെയാണ്. പുഴ നന്നേ മെലിഞ്ഞു. പുഴ എങ്ങനെയാണ് മെലിഞ്ഞത്? വെള്ളം നിറഞ്ഞു വരുന്ന പുഴ വേനലിൽ വറ്റി വരണ്ട് അതിനെയാണ് പുഴ മെലിഞ്ഞു എന്ന് പറയുന്നത്. കാറ്റിൽ മഴയിരമ്പം കേട്ടപ്പോൾ കരിയിലകളുടെ കലപിലയാണെന്ന് കരുതി. മഴ വരുന്നതിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ? അഥവാ കേട്ടിട്ടില്ലെങ്കിൽ ഇനി ശ്രദ്ധിക്കണം. മഴ വരുന്നതിന് മുൻപ് ആകാശം കറുത്തിരുണ്ട് വരും. അത് കഴിഞ്ഞിട്ട് ദൂരെ നിന്ന് മഴ വരുന്നതിൻ്റെ ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. അത് ശ്രദ്ധിച്ചിരുന്നാൽ കേൾക്കാൻ പറ്റും. ആ ശബ്ദത്തെ കരിയിലകൾ പാറിപ്പറക്കുന്ന ശബ്ദമായിട്ടാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. പുറത്ത് കാറ്റിന് പേ പിടിച്ചു തുടങ്ങിയിരിക്കുന്നു. അതെന്താ കാറ്റിന് പേ പിടിച്ചു തുടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്? അത്രത്തോളം ഭയാനകമായിട്ടുള്ള കാറ്റിനെയാണ് ഇവിടെ കഥാകൃത്ത് വർണ്ണിച്ചിരിക്കുന്നത്. കാട്ടിൽ കന്നിമഴ യൗവനമാണ് കൊണ്ടുവരുന്നത്. കുറേ നാളായി വെള്ളമൊന്നുമില്ലാതെ ഭൂമി വരണ്ട് പോയിരുന്നു. പക്ഷേ വെള്ളം കിട്ടിയപ്പോൾ ഭൂമിക്ക് ജീവൻ വെച്ചു. ആ ജീവൻ വെച്ചതിനെയാണ് കാട്ടിൽ കന്നിമഴ യൗവനമായി ഇന്ന് കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത്. മഴയില്ലാതിരിക്കുമ്പോൾ ഭൂമിയെ കാണാൻ വികൃതമാണ്. എന്നാൽ മഴ വരുമ്പോൾ പുതിയ പുൽനാമ്പുകൾ മുളയ്ക്കും. എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിരിക്കും. അതിനെയാണ് കന്നിമഴ യൗവനമാണ് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകുന്നു. വേനലിൽ വറ്റി വരണ്ടു പോയി പുഴയിൽ ഒഴുകാനൊന്നും വെള്ളമില്ലാതിരിക്കുന്ന മെലിഞ്ഞുണങ്ങിയ ആ പുഴ ഒരു മഴ പെയ്യുമ്പോൾ നിറഞ്ഞൊഴുകുന്നത് കാണാൻ നല്ല രസമാണ്. ആ വെള്ളത്തുള്ളികൾ കല്ലുകളിൽ തട്ടി പളുങ്കുമണികൾ പോലെ ചിന്നിച്ചിതറി ഒഴുകുന്നത് കാണാൻ, പാലരുവികൾ പോലെ ഒഴുകുന്നത് കാണാൻ മനോഹരമാണ്. അതിനെയാണ് പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പ്രവർത്തനം എന്താ? മഴയഴക്. മഴ വന്നപ്പോൾ പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾ നോക്കൂ. എണ്ണ കണ്ടു മാമലകൾ
പണക്കാരായി പറമ്പുകൾ, മരുന്നു വെച്ചു മുറികൾ കെട്ടി വെട്ടേറ്റ കാടുകൾ. എന്ത് ഭംഗിയായിട്ടാ പി കുഞ്ഞിരാമൻ നായർ മഴ പ്രകൃതിയിലുണ്ടാക്കിയ മാറ്റങ്ങൾ വർണ്ണിച്ചിരിക്കുന്നത് നോക്കിക്കേ. എണ്ണ കണ്ടു മാമലകൾ. മാമലകൾ എണ്ണ കണ്ടോ? എണ്ണ എന്താ? ആ മാമല മലയിൽ, അതുവരെ വറ്റി വരണ്ടിരുന്ന മലയിൽ വെള്ളം വീണപ്പോൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ മാമല എണ്ണയിൽ കുളിച്ച് നിൽക്കുന്നതായിട്ടാ കാണുന്നത്. പണക്കാരായി പറമ്പുകൾ. എന്താണ് പണക്കാരായിട്ട് പറമ്പുകളെന്ന് പറഞ്ഞാൽ? അത്രയും നാളും വറ്റി വരണ്ട് ആ പറമ്പ് മുഴുവൻ എങ്ങനെയായി? ഒന്നുമില്ലാത്ത അവസ്ഥ, ശുഷ്കിച്ച അവസ്ഥയിലായിപ്പോയി. പക്ഷേ വെള്ളം വീണതും അവിടെയൊക്കെ കിടന്ന ഈ ഉണങ്ങിക്കിടന്ന വിത്തുകളും കിഴങ്ങുകളും ഒക്കെ പൊട്ടി മുളച്ച് ആ പറമ്പ് മുഴുവൻ കാടായി പച്ചപ്പായി നിൽക്കുന്നു. അതിനെയാണ് പണക്കാരായി പറമ്പുകളെന്ന് പറഞ്ഞിരിക്കുന്നത്. മരുന്ന് വെച്ചു മുറികൾ കെട്ടി വെട്ടേറ്റ കാടുകൾ. കാട്ടിലെ മരക്കുറ്റികളും പകുതി ഒടിഞ്ഞുപോയ മരങ്ങളുമൊക്കെ അതിൽ നിന്നെല്ലാം മഴത്തുള്ളികൾ വീണ് മഴയുടെ നനവ് കൊണ്ടിട്ട് ജീവൻ വയ്ക്കുന്നു. അതിനെയാണ് മരുന്ന് വെച്ച് മുറികൾ കെട്ടി വെട്ടേറ്റ കാടുകളെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ കുറ്റികളായിട്ട് നിൽക്കുന്ന മരങ്ങൾ മഴ പെയ്തപ്പോൾ വീണ്ടും തളിർത്തു എന്നാണ് ഇവിടെ കവി ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ മഴ അവർക്കൊരു മരുന്ന് പോലെയായിരുന്നു, മരുന്ന് വെച്ച് മുറികൾ കെട്ടിയതുപോലെയാണ് എന്നാണ് ഇവിടെ കവി സൂചിപ്പിച്ചിരിക്കുന്നത്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം മഴ പെയ്തപ്പോൾ പ്രകൃതിക്കുണ്ടായ മാറ്റം പി കുഞ്ഞിരാമൻ നായർ വർണ്ണിച്ചിരിക്കുന്നത് വായിച്ചല്ലോ. ആദ്യമായി വേനൽ മഴ പെയ്തപ്പോൾ നിങ്ങളുടെ വീടിന് ചുറ്റും എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി? ആ മാറ്റങ്ങളെക്കുറിച്ച് ഒരു വർണ്ണന തയ്യാറാക്കൂ. നമുക്കൊരു വർണ്ണന തയ്യാറാക്കി നോക്കാം. വേനൽ മഴ പെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് 2 മാസക്കാലം വേനലവധി ലഭിക്കും. ആ സമയത്ത് എങ്ങനെയായിരുന്നു ഭൂമി കിടന്നിരുന്നത്? നിങ്ങളുടെ ചുറ്റുപാട് എങ്ങനെയായിരിക്കും കിടന്നിരുന്നത്? അത് കഴിഞ്ഞ് സ്കൂൾ തുറക്കാറാവുമ്പോൾ ഒരു മഴയുണ്ടല്ലേ, മഴ കഴിയുമ്പോൾ പച്ചപ്പ് നിറയും. ആ ഒരു സമയം എങ്ങനെയാണ്? അപ്പോഴുണ്ടായിരുന്ന കിളികളുടെ സൗണ്ട്, കിളികളുടെ എണ്ണം, പൂമ്പാറ്റകളുടെ എണ്ണം, ചെടികളുടെ എണ്ണം, അതൊക്കെ ഒന്ന് നമ്മൾ തന്നെ സ്വന്തമായിട്ടിങ്ങനെ കണ്ടെത്തിയും അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ, അതെല്ലാം നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് വർണ്ണന എഴുതുക. ഒരു വർണ്ണന നോക്കാം. സൂര്യൻ്റെ കാഠിന്യം കൂടിക്കൂടി വന്ന് ഭൂമി മുഴുവനുമുള്ള എല്ലാ ജലാംശത്തെയും ഒപ്പിയെടുത്തു. ഭൂമി വരണ്ടുണങ്ങി, പൊടിക്കാറ്റ് നിറഞ്ഞ് കീടാണുക്കൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞിരിക്കുമ്പോഴാണ് പുതുമഴയുടെ വെള്ളത്തുള്ളികൾ ഭൂമിയിൽ പതിച്ചത്. എന്തൊരു ഗന്ധമാണ് പുതുമഴയ്ക്ക്! മണ്ണിൻ്റെ ഗന്ധം ശ്വസിക്കാൻ പ്രത്യേക രസമാണ്. മഴ ഭൂമിയെ സ്പർശിച്ചപ്പോൾ സന്തോഷം കൊണ്ട് മണ്ണ് പ്രത്യേക ഗന്ധം വായുവിലേക്ക് പരത്തിയതാണെന്ന് തോന്നിപ്പോകും. തവളകളുടെ പേക്രോം വിളികൾ മത്സരിച്ച് കേൾക്കാം. കിളികൾ പരസ്പരം എന്തൊക്കെയോ കാര്യം പറയുന്നുണ്ട്. അന്തരീക്ഷത്തിൽ കലർന്ന പൊടിയെല്ലാം പോയപ്പോൾ കുറെ കൂടി ഭൂമിക്ക് നിറം വച്ചോ എന്ന് തോന്നിപ്പോകും. മുത്തശ്ശിമാരെ പോലെ നിന്ന ചെടികൾ യുവതിയെപ്പോലെ എഴുന്നേറ്റ് നിന്നു. മുറ്റം നിറയെ വെള്ളം നിറഞ്ഞു. ചെറിയ അരുവികൾ പൊട്ടിമുളച്ചു. കാക്കയും പൂച്ചയും കുട്ടികളുമൊക്കെ വെള്ളത്തിൽ നീരാടുകയാണ്. ഇനി ഒത്തിരി വർണ്ണിക്കാം നമുക്ക്. ശലഭങ്ങൾ വന്നു. പുഴയിലെ വെള്ളം കളകളാരവത്തോട് പാൽ നിറത്തിൽ പോകുന്നു. അങ്ങനെ നമുക്ക് ഒത്തിരി നമുക്ക് ചേർത്ത് എഴുതാം കേട്ടോ. നിങ്ങൾ സ്വയമായിട്ട് എഴുതി പരിശീലിക്കുക. ഒറ്റയ്ക്കും കൂട്ടായി. ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിച്ചിരിക്കാൻ ഒരിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു.
ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു. ഈ വാക്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചർച്ച ചെയ്യൂ. കൂടുതൽ ഉദാഹരണങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതുക. ഒരിടത്ത് എന്താ എഴുതിയിരിക്കുന്നത്? ഒളിച്ചിരിക്കാൻ ഒരിടം. അതിനെ ചേർത്ത് എന്താ എഴുതിയിരിക്കുന്നത്? ഒളിയിടം. അതിൽ വ്യത്യാസമൊന്നുമില്ല. ഒന്നിൽ ചേർത്ത് എഴുതിയിരിക്കുന്നു, ഒന്നിൽ പിരിച്ചെഴുതിയിരിക്കുന്നു. ഒളിച്ചിരിക്കാൻ ഒരിടം എന്നെഴുതിയിരിക്കുന്നു, അതിനെ ചേർത്ത് എഴുതിയിരിക്കുന്നതാണ് ഒളിച്ചിരിക്കാൻ ഒളിച്ചിരിക്കുന്ന ഒരിടത്തിന് എന്താ പറയുന്നത്? ഒളിയിടം, ഒളിസ്ഥലം, ഒളിയിടം. അങ്ങനെ അതിനെ ചേർത്ത് എഴുതിയിരിക്കുന്നു. അത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം. അങ്ങനെ നമുക്ക് നോക്കാം. ഇലച്ചാർത്തുകൾ, ഇലയുടെ ചാർത്തുകൾ. കുന്നിൻ മുകൾ, കുന്നിൻ്റെ മുകൾ. മഴയിരമ്പം, മഴയുടെ ഇരമ്പം. പുഴയോരം, പുഴയുടെ ഓരം. ഇടിമിന്നൽ ചാലുകൾ, ഇടിമിന്നലിൻ്റെ ചാലുകൾ. അങ്ങനെ കുറേ ഈ പാഠഭാഗത്ത് കുറേ ഉണ്ട്. ഇനിയും ഒത്തിരി എഴുതാം കേട്ടോ. നിങ്ങൾ ഓരോന്ന് ട്രൈ ചെയ്യുക. അടുത്ത പഠന പ്രവർത്തനം മിണ്ടിയും പറഞ്ഞു. കടുത്ത വേനലിന് ശേഷം വന്ന മഴ കാടിനെ മനോഹരമാക്കി. മഴയും കാടും തമ്മിൽ എന്തെല്ലാം വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും? എഴുതി നോക്കൂ. ഒത്തിരി നാൾ കഴിഞ്ഞ് മഴ ഇങ്ങനെ ഭൂമിയിലേക്ക് വന്നു. മഴ കാടും ഉണർന്നിങ്ങനെ നോക്കുക മഴയെ. ആ മഴയും കാടും തമ്മിൽ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും? രണ്ടുപേരും ഇങ്ങനെ വർണ്ണിച്ചു നോക്കൂ. അവരെന്തൊക്കെയോ പരസ്പരം മുഖത്ത് നോക്കി സംസാരിച്ചിട്ടില്ലേ? കാട് അതിൻ്റെ വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. മഴ അതിൻ്റെ വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കുവച്ചിട്ടുണ്ടാവും. നമുക്കത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ എഴുതാം. കാട്: ഹായ് മഴ, നിന്നെ എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു. മഴ: വെള്ളമില്ലാതെ വിഷമിച്ചോ നീ? കാട്: അത് പറയേണ്ടതുണ്ടോ? എൻ്റെ മരങ്ങളിൽ നോക്കൂ, ഒരില പോലും ഇല്ലല്ലോ. കുഞ്ഞു ചെടികളുടെ ഒരു നാമ്പ് പോലും ഇല്ലാത്ത അവസ്ഥ. മൃഗങ്ങളും പക്ഷികളും പലരും വീണുപോയി, ചിലർ കുടിയേറിപ്പോയി. മഴ: ഞാൻ എന്ത് ചെയ്യാനാണ്? മനുഷ്യരുടെ പ്രവൃത്തികൾ മൂലം കാലാവസ്ഥാ വ്യതിയാനം ആയതിനാലാണ് ഞാൻ ഇത്രയും വൈകിയത്. കാട്: എന്നെയും മനുഷ്യർ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നു. മഴ: ഭൂമി മുഴുവനായി കിട്ടിയാലും മനുഷ്യൻ്റെ ആർത്തി തീരില്ല. കാട്: എന്തായാലും നമുക്ക് ഭൂമിദേവിയോട് പ്രാർത്ഥിക്കാം, ഇങ്ങനെ ഒരവസ്ഥ ഇനി വരരുതേ എന്ന്. മഴ: അതെ, എന്തായാലും ഇപ്പം ഞാൻ വന്നില്ലേ, നീ അതെ സന്തോഷിക്ക്. കാട്: അതെ, നിന്നെ കണ്ടപ്പോൾ തന്നെ ഇവിടെ എല്ലാവരുടെയും സന്തോഷം കണ്ടോ. മഴ: നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. ഇനിയും ഒത്തിരി എഴുതി ചേർക്കാം. നല്ല നല്ല സംഭാഷണങ്ങൾ എഴുതുക. നമ്മളൊത്തിരി എഴുതിയാലേ നമ്മുടെ ഭാഷ വർദ്ധിക്കത്തുള്ളൂ. നല്ല പോലെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുക. ഇതൊരു സാമ്പിളായിട്ട് മാത്രം ഈ പഠന പ്രവർത്തനം നോക്കുക കേട്ടോ. എല്ലാവരും മാക്സിമം സ്വന്തമായിട്ട് എഴുതി ശ്രമിക്കുക. ആരും ഇതിൽ നിന്ന് കോപ്പി അടിച്ച് എഴുതാണ്ട് ഇത് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു എക്സാമ്പിൾ വേണ്ടി, ഉദാഹരണത്തിന് വേണ്ടി മാത്രം ആശ്രയിക്കുക. നല്ല പോലെ പഠിക്കുക. അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.